ഇത് കൊഞ്ച് മസാല ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് നല്ല വലുപ്പമുള്ള കൊഞ്ച് മേടിക്കാൻ കിട്ടിയായിരുന്നു. ഫ്രോസൺ കൊഞ്ചായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കൊഞ്ച് കിട്ടുവാണെങ്കിൽ, ഫ്രഷ് ആണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും ഏതാണെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കിക്കോ കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടി കൊഞ്ച് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് ഒരു ഹാഫ് വേവിൽ വറുത്തെടുത്ത് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച്, ഒരുപാട് ഇതിലൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുത്ത്. അപ്പം ആ ഒരു എണ്ണ തന്നെ നമുക്ക് ബാക്കി വഴറ്റുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതങ്ങനെ ചെറുതായിട്ടൊന്ന് ഹാഫ് വേവിൽ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് സവോള വഴറ്റി കേട്ടോ. കടുക് പൊട്ടിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ നിറച്ച് കടുകുകൾ ഇരിക്കുന്നത്. എനിവേ ഒരു 6-7 സവോള ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് സവോള വഴറ്റിയെടുത്ത്. അപ്പം നമ്മൾ സവോളയുടെ അളവ് കൂടിയപ്പോൾ നല്ലപോലെ ഗ്രേവി നമുക്ക് കിട്ടും. അതൊരു നല്ല ഒരു മസാല ടൈപ്പാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്നൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇച്ചിരി മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്, കുരുമുളകും മുളക് പൊടിയൊക്കെ പിന്നെ ചേർക്കും. അപ്പോൾ ഇനി പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് മതിയുള്ളവർ കുറച്ച് ഒരെണ്ണം 1-2 ഒക്കെ ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കൂടുതലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നമുക്ക് ആ കറിക്ക് നല്ലൊരു ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പം എന്താ പറയുക, നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിലൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ മാക്സിമം എസ്പെഷ്യലി ഇഞ്ചി നമ്മൾ അരിഞ്ഞിട്ടല്ല, അത് അങ്ങനെ തന്നെ കിടക്കും, അതങ്ങനെ ഒന്നും അലിഞ്ഞ് ചേരത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ 2 തക്കാളിയും കൂടെ അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക. പഴുത്ത തക്കാളി 2 കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഒത്തിരി ആയാൽ ഒരു പുളി ടേസ്റ്റ് വരും, അങ്ങനെ ഒരു പുളി ടേസ്റ്റ് വന്നാലും കൊള്ളില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ വഴന്നിരിക്കുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ആ വറുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ കണ്ടിന്യൂസ് ബാക്കി വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ആദ്യമേ ഒഴിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ അതിനകത്ത് അത്യാവശ്യം മസാലകൾ ചേർന്നുണ്ട്. നമ്മൾ ആ വറുത്തപ്പം എടുത്ത മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു എണ്ണയിൽ ചേർന്നതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡായിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു ലുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് കളറും ഉണ്ട്, വലിയ എരിവുമില്ല, അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. അപ്പം എന്താ പറയണേ, എരിവ് കുറഞ്ഞിരിക്കാനായിട്ടാണ് കൂടുതലും കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇനിയിപ്പോൾ നിങ്ങൾക്കത് നമ്മളെ എടുത്തേക്കുന്ന സാധനത്തിന് അളവനുസരിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഒരു പരുവത്തിന് 1/4 സ്പൂൺ വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഫ്ലെയിം ഇട്ട് നമ്മളെ കൂട്ടത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ അത് അടുക്കി പിടിക്കുകയൊന്നുമില്ല. അല്ല നമ്മളങ്ങനെ വെച്ചിട്ട് പോയാൽ ഇത്രയും മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ആ ചട്ടിയുടെ അടുക്കി പിടിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് കൂട്ടത്തിൽ നിന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഇളകി പരുവായി വരുമ്പോഴത്തേനും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഒത്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ അതൊരു ചാറ് പോലെ ആയി പോവും, ആ ഒരു മസാല പരുവത്തിൽ കിട്ടത്തില്ല. അത് തന്നെയല്ല, നമുക്ക് ഒരുപാട് നേരം വെച്ച് കൊഞ്ചിനി വേവിക്കാനില്ല, കാരണം കൊഞ്ചിന് പെട്ടെന്ന് വേവാവുന്നൊരു സാധനമാണ്. നമ്മൾ ഒത്തിരി നേരം വേവിച്ചാൽ അതങ്ങ് ഒരുമാതിരി റബ്ബർ പോലെ ആയി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഹാഫ് വേവ് ചെയ്തു, പിന്നെ ബാക്കി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കേണ്ട കാര്യമേ ഉള്ളൂ. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അങ്ങാവും, അല്ലെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് ചൂടായിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്നൊരു ഗ്രേവി പരുവത്തിലായി കിട്ടുമ്പോഴത്തേനെയും അതിലേക്ക് നമുക്ക് വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാഫ് വേവ് ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു ഗ്രേവി പരുവാകുമ്പോഴത്തേന് വേണം കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക കേട്ടോ. ആ മസാല തിളയ്ക്കുന്ന കാണുമ്പോൾ തന്നെ നേരത്തിൽ അത് നല്ലൊരു ഗ്രേവി പരുവായി. അത് നമ്മൾ ഈ കൊഞ്ചിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം നല്ലപോലെ ആ മസാല കൊഞ്ചിലേക്ക് അങ്ങ് പിടിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതായിരിക്കും. പക്ഷേ ഒത്തിരി വെള്ളം ഇറങ്ങാതെ നോക്കണം, കാരണം അതിൻ്റെ ആ ഒരു ഗ്രേവി പിന്നെയും ആ ഒരു ചാറങ്ങ് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് അതപ്പോൾ തന്നെ കൊഞ്ച് കറക്റ്റ് പരുവം വേവാകും കേട്ടോ. ആ ഒരു പരുവായി കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഒന്നുകൂടെ വൃത്തിക്കെടുത്ത് ഇളക്കി സെറ്റാക്കുക കേട്ടോ. അടിപൊളി കൊഞ്ച് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെച്ച സമയത്ത് വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ, അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഇതുപോലെ കണ്ടോ, അടിപൊളി കൊഞ്ച് മസാല
റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്കിപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാതെ ചപ്പാത്തി ആകട്ടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല വൃത്തിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ആരെങ്കിലും ഈ യമ്മി ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം താങ്ക് യു ഓൾ. ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കൊഞ്ച് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി കൊഞ്ച് മേടിച്ച് സെറ്റാക്കി ഇതുപോലെ ട്രൈ ചെയ്യുക. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് ഇതൊന്ന് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വൺസ് ട്രൈ ചെയ്തവരെ ഒരിക്കലും ആർക്കും അത് ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു.